രൂക്ഷം. അസമിൽ പ്രളയത്തിൽ ഇതുവരെ 82 മരണം സ്ഥിരീകരിച്ചു. അസം, ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും കനത്ത മഴയാണ് തുടരുന്നത്. അതേസമയം 7 പ്രളയബാധിത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം 2117.85 കോടി രൂപ SDRF ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അസമിൽ 7 ജില്ലകളിൽ പ്രളയം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ, ചരായിഡിയോ, ബജാലി, ധേമാജി, സോനിത്പൂർ, ജോർഹട്ട് എന്നീ ജില്ലകളിലെ 349 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്. ദിക്കോ, ധൻസിരി നദികൾ നിറഞ്ഞൊഴുകുകയാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ 82 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. പ്രളയം ബാധിക്കപ്പെട്ടവരുടെ എണ്ണം 1.92 ലക്ഷത്തിൽ നിന്ന് 1.78 ലക്ഷമായി കുറഞ്ഞത് ആശ്വാസമായി. ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. കേരളത്തിൽ ഇന്നലത്തേതിനപേക്ഷിച്ച് ഇന്നും നാളെയും മഴ കുറഞ്ഞേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം കൃത്യമായ ഇടവേളകളിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് ശാസ്ത്രജ്ഞൻ അഖിൽ ശ്രീവാസ്തവ പ്രതികരിച്ചു. Isolated heavy rainfall activity, and then from day 5 onwards, that means from 6th onwards, again isolated heavy rainfall activity is expected over Kerala. So the yesterday's event where very heavy to extremely heavy rainfall activity was observed, it has occurred over Kerala. So we are expecting significant reduction from today onwards. അതേസമയം പ്രളയബാധിത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം SDRF ഫണ്ട് അനുവദിച്ചു. അസം, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, നാഗാലാൻഡ്, ഒഡീഷ, മഹാരാഷ്ട്ര എന്നീ 7 സംസ്ഥാനങ്ങൾക്ക് 2117.85 കോടി രൂപയാണ് മുൻകൂട്ടി അനുവദിച്ചത്. എന്നാൽ പട്ടികയിൽ കേരളത്തിന്റെ പേരില്ല. അസമിന് 379.35 കോടി രൂപയും അരുണാചൽ പ്രദേശിന് 44.55 കോടി രൂപയും ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾക്ക് 500 കോടി രൂപ വീതവും ഹിമാചൽ പ്രദേശിന് 193.95 കോടിയുമാണ് അനുവദിച്ചത്. അസം, അരുണാചൽ എന്നിവിടങ്ങളിലെ സ്ഥിതി വിലയിരുത്താൻ മന്ത്രിതല സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.